ആലപ്പുഴ പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് എഴുതിത്തള്ളിയ മറ്റൊരു തിരോധാന കേസ് കൂടി പുനരന്വേഷിച്ച് പോലീസ്. 2020-ൽ ചേർത്തല തിരുവിഴയിൽ നിന്ന് കാണാതായ സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദുവിന്റെ തിരോധാന കേസാണ് വീണ്ടും പരിശോധിക്കുന്നത്. വീട്ടിൽ നിന്നും തിരുവിഴ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധു പിന്നീട് മടങ്ങി വന്നിട്ടില്ലെന്ന് കുടുംബം കണ്ണീരോടെ വ്യക്തമാക്കുന്നു. മകളുടെ വിവാഹത്തിന് 2 മാസം മാത്രം അവശേഷിക്കുകയായിരുന്നു ബിന്ദുവിന്റെ അപ്രതീക്ഷിത തിരോധാനം. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. ആലപ്പുഴയിൽ നിന്ന് കാണാതായ ഓരോ സ്ത്രീകളെ സംബന്ധിച്ചും അന്വേഷിക്കുമ്പോൾ ലഭ്യമാകുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇന്ന് തിരുവിഴ സ്വദേശിയായ സിന്ധു എന്ന് വിളിപ്പേരുള്ള ബിന്ദുവിന്റെ തിരോധാനത്തെക്കുറിച്ചാണ് ന്യൂസ് 18 അന്വേഷിക്കുന്നത്. കാണുന്നതാണ് ബിന്ദുവിന്റെ വീട്. ബിന്ദു ഈ സാഹചര്യത്തിലാണ് 2 പെൺമക്കളെയും കൊണ്ട് ജീവിച്ചു പോന്നിരുന്നത്. ആ കുട്ടികളെ വളർത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന ഒരമ്മയാണ്. മാത്രമല്ല മൂത്ത കുട്ടിയുടെ വിവാഹത്തിന് തൊട്ട് മുമ്പാണ് ബിന്ദുവിനെ കാണാതായെന്നുള്ളതാണ് ബിന്ദുവിന്റെ അമ്മ വ്യക്തമാക്കുന്നത്. ചേർത്തല സൗത്ത് പഞ്ചായത്ത് 13-ാം വാർഡിൽ വള്ളാകുന്നത്ത് വെളിയിൽ ബിന്ദു കാണാതാകുമ്പോൾ 43 വയസ്സ് പ്രായം. 2020 ഒക്ടോബർ 10-ാം തീയതി വൈകിട്ട് 6:30 തിരുവിഴ ക്ഷേത്രത്തിലേക്ക് പോയതാണ്. പിന്നീട് ആരും ബിന്ദുവിനെ കണ്ടിട്ടില്ല. ഞാൻ അന്നേരം തലവേദന ഇവിടെ കിടക്കുകയായിരുന്നു. അന്ന് അത് ഇവിടെ അമ്പലത്തിൽ പോകണമെന്ന് പണ്ട് പോയെങ്കിലും ഒന്ന് എനിക്ക് ചൊവ്വന്നേരം ഒന്ന് കാണാൻ പോലും ഇതൊരു തന്നിട്ടില്ലായിരുന്നു. എന്ത് പറ്റിയെന്ന് ഇന്ന് വരെ ഞങ്ങൾക്ക് അറിയത്തില്ല, കിട്ടിയിട്ടില്ല. വേറെ ഒരു കുഴപ്പം ഇവിടെ ഇല്ല. മകളുടെ വിവാഹ തീയതി കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ബിന്ദുവിനെ കാണാതാകുന്നത്. വിവാഹത്തിനുള്ള സ്വർണമടക്കം കണ്ടെത്തി വെച്ചിരുന്നു. ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ബിന്ദു ഒറ്റയ്ക്കാണ് 2 പെൺമക്കളെയും വളർത്തിയത്. വിവാഹം നിശ്ചയിച്ച പശ്ചാത്തലത്തിൽ ഒരിക്കലും ബിന്ദു മക്കളെ ഉപേക്ഷിച്ചു പോകില്ലെന്ന് കുടുംബം പറയുന്നു. കാണാതായെന്ന് വൈകിട്ട് തന്നെ അർത്തുങ്കൽ പോലീസിൽ പരാതി നൽകി. ഞങ്ങൾക്ക് ഇതൊരു തെളിവായിട്ട് തോന്നിയിട്ടില്ല ഇന്ന് വരെ. പോലീസ് എന്താ പറയുന്നത്? അവര് പറയണത് ഞങ്ങൾ തിരക്കിട്ട് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്നാ പറയണത്. എന്നായിരുന്നു അന്ന് നിങ്ങൾ പോലീസിൽ പരാതി നൽകി? അന്ന് തന്നെ, അന്ന് രാത്രി തന്നെ കൊടുത്തായിരുന്നു. കാണാഞ്ഞപ്പോ തന്നെ പരാതി കൊടുത്തതാണ്. പിറ്റേ ദിവസമൊക്കെ മാറ്റി വെച്ചില്ല. പിന്നെ മകളുടെ കല്യാണത്തിനടക്കം ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല? ഇല്ല 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 ഇല്ല. വർഷത്തോളം കേസ് അന്വേഷിച്ച അർത്തുങ്കൽ പോലീസിന് ബിന്ദു ക്ഷേത്രത്തിലെത്തി എന്നതിനപ്പുറം ഒരു തുമ്പും കണ്ടെത്താനായില്ല. പിന്നീട് അൺഡിറ്റക്റ്റഡ് എന്ന് കാണിച്ച് കേസ് എഴുതിത്തള്ളി. പോലീസ് എന്ന് പറഞ്ഞത് അന്വേഷണം ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു തെളിവും ഇല്ലാത്ത കാരണം നിർത്തിവെച്ചപ്പോൾ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അത് കൈപ്പറ്റണമെന്നാണ് അവർ പറഞ്ഞത്. അത് പോലീസുകാർ കൊണ്ടുവന്ന് നമ്മൾ ഒപ്പിട്ട് എന്റെ ചേട്ടൻ വാങ്ങിക്കുകയും ചെയ്ത്. പരാതി നൽകിയത് താങ്കളുടെ ഹസ്ബൻഡാണ്? എന്റെ ഹസ്ബൻഡാണ്, അനിലാണ് പരാതി നൽകിയത്. അപ്പൊ ചേട്ടൻ തന്നെ ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്തു. എന്നായിരുന്നു അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് അറിയിപ്പ് വന്നത്? അതിപ്പോ 1 വർഷത്തിന് മേളിലായിട്ടുണ്ട് മാഡം, 1 വർഷത്തിന് മേളിലായിട്ടുണ്ട്. അത് കല്യാണ ചിലവിനുള്ള പണം ആവശ്യമുണ്ടായിരുന്നു. പണം നൽകാമെന്ന് പറഞ്ഞ് ആരെങ്കിലും കബളിപ്പിച്ചോ എന്നും കുടുംബം സംശയിക്കുന്നു. ജീവനോടെ ഉണ്ടെങ്കിൽ ഉറപ്പായും മകളുടെ കല്യാണത്തിന് ബിന്ദു വരുമായിരുന്നു. പോയി 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്ത് അവിടുന്ന് അവർ കൂടി വന്നാണ് നമ്മുടെ കൂടെ തെരച്ചിൽ നടത്തിയത്. പോലീസുകാർ വന്നാണ് തെരച്ചിൽ നടത്തിയത്. ഏതൊക്കെ ഭാഗത്തായിട്ടാണ് നിങ്ങൾ തെരച്ചിൽ നടത്തിയത്? തെരച്ചിൽ നമ്മൾ പിന്നെ അമ്പലത്തിന് കിഴക്കുവശം, പടിഞ്ഞാറ് വശം, പിന്നെ ഹൈവേ, അങ്ങനെ മൊത്തം നോക്കി. വടക്കോട്ടും എല്ലാം എങ്ങും കണ്ടെത്താൻ പറ്റില്ല. ക്യാമറയിലൊന്നും പതിഞ്ഞിട്ടും ഇല്ലായിരുന്നു. അമ്പലത്തിലെത്തിയിട്ടുണ്ടോ? അമ്പലത്തിലെത്തി അവിടെ വഴിപാട് നടത്തിയതിന്റെ രസീതൊക്കെ അവര് പോലീസുകാർ
നോക്കി അവർക്ക് ബോധ്യപ്പെട്ടായിരുന്നു. അവർ നമ്മളോട് ഒന്ന് പറയുകയും ചെയ്തായിരുന്നു, അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തായിരുന്നു. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട തിരോധാന കേസുകളുടെ വിവരങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ കുടുംബത്തിന്റെ ആദി ഏറുകയാണ്. ബിന്ദു പത്മനാഭൻ, ആയിഷ, ജൈനമ്മ തിരോധാന കേസുകൾ നിരീക്ഷിക്കുന്ന അന്വേഷണ സംഘം ഈ സ്ത്രീകൾ ഒന്നും തന്നെ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു. സ്ഥിരം കുറ്റവാളിയെന്ന് വിലയിരുത്തുന്ന സെബാസ്റ്റ്യൻ 2012 ശേഷം 2024 വരെ തന്റെ കുറ്റവാസനയിൽ നിന്ന് മാറി നിന്നതായി പോലീസ് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ചേർത്തല തിരുവഴയിൽ നിന്ന് കാണാതായ ബിന്ദുവിന്റെ തിരോധാനത്തിന് ചേർത്തലയിലെ മറ്റു സ്ത്രീകളുടേതുപോലെ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടോ എന്ന് ഇടകീറി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ബിന്ദു കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ 2 മക്കൾ. അവരിലൊരാളുടെ വിവാഹത്തിന് 2 മാസം മുമ്പാണ് ബിന്ദുവിനെ കാണാതാകുന്നത്. ഒരിക്കലും ആ അമ്മയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ബിന്ദുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉത്തരം പറയേണ്ടത് അർത്തുങ്കൽ പോലീസാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിലെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ നിന്നാണ് ഈ 4 സംഭവങ്ങളും ഉണ്ടാകുന്നതെന്നാണ് ശ്രദ്ധേയം. അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ബിന്ദു എന്ന സിന്ധുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ഇതാ നോക്കൂ, 4 സ്ത്രീകളെയാണ്, നിരാരംഭരായ സാധാരണക്കാരായ 4 സ്ത്രീകളെയാണ് കാണാതായിരിക്കുന്നതും ഒരേ പ്രദേശത്ത് നിന്ന്, ചേർത്തല എന്ന സ്ഥലത്ത് നിന്ന് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ബിന്ദു പത്മനാഭൻ, ഐഷ, ജൈനമ്മ, ഇപ്പോൾ ബിന്ദു എന്ന സിന്ധു. ഈ 4 പേരും എവിടെ പോയി എന്നുള്ള ചോദ്യം നമ്മൾ ഉന്നയിക്കുന്നു. ഒരു സുപ്രഭാതം വരെ അവർ അവരുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവരെ കാണാതായി. എന്തുകൊണ്ട് ഈ 4 പേരുടെയും അന്വേഷണം ഒരേ സമയം വഴിമുട്ടുന്നു? എന്തുകൊണ്ട് അവരിലേക്ക് പോലീസ് സംവിധാനങ്ങൾക്ക്, നമ്മുടെ ഭരണകൂടത്തിന് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം വലിയ പ്രസക്തമായി അവിടെ നിൽക്കുന്നു. സാധാരണക്കാരായതുകൊണ്ടാണോ? ഈ സിന്ധു എന്ന അമ്മ അവരെവിടെ പോയി? തന്റെ ശരണ്യ പറഞ്ഞതുപോലെ തന്നെ തന്റെ മകളുടെ കല്യാണത്തിനായി സ്വരുക്കൂട്ടി വെച്ച പണം ആ അമ്മയുടെ കൈവശമുണ്ട്. വിവാഹത്തിന് 2 മാസം മുൻപ് ആ വിവാഹം സ്വപ്നം കണ്ട് നടന്ന ഒരു അമ്മ അവരെവിടെ പോയി? അവരെങ്ങനെ കാണാതായി? അവർക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം പറയേണ്ടത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളാണ്. ഏറ്റവും പ്രധാനമായി പ്രേക്ഷകരുടെ ഓർമ്മയിലേക്കായി ആവർത്തിക്കുന്നു. ഇന്നലെ ഐഷ തിരോധാന കേസ് നമ്മൾ പരിശോധിച്ചു. ഐഷ തിരോധാന കേസിൽ ഏറ്റവും സുപ്രധാനമായ സാക്ഷി, അല്ലെങ്കിൽ അതിൽ ഏറെ നിർണായകമായ വിവരങ്ങൾ പങ്കുവെക്കുന്ന റോസമ്മയെ ഇന്നലെ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. എന്തുകൊണ്ട് ആ റോസമ്മയെ അന്വേഷണ സംവിധാനത്തിന്, ചേർത്തല പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല? അവരിലോട്ട് എന്തുകൊണ്ട് നിർണായകമായ വിവരങ്ങൾ തേടാൻ പോലീസിന് സാധിച്ചില്ല എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ഇന്നലെ ഈ വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മയുടെ വെളിപ്പെടുത്തൽ ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റോസമ്മയെ കണ്ടതും റോസമ്മയുടെ അവിടെ എത്തി അവരുടെ മൊഴി ശേഖരിച്ചതും. എന്തുകൊണ്ട് ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിടുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു നമ്മുടെ പോലീസിന് എന്നൊരു ചോദ്യം ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, 1 അല്ല 4 സ്ത്രീകളെയാണ് കാണാതായിരിക്കുന്നത്. അവിടെയും ഒരു തുമ്പും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല നമ്മുടെ പോലീസിന് എന്നത് ഏറെ പ്രധാനം. ഇവിടെ ഇതാ ബിന്ദുവിന്റെ കേസ് അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിരിക്കുകയാണ്. എങ്ങനെയാണിത് അൺഡിറ്റക്റ്റഡ് ആവുന്നത്? എന്താണ് പോലീസ് പറയുന്നത്? എവിടെയാണ് ബിന്ദു? ഭവ്യ നേരത്തെ സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു പ്രദേശത്ത് നിന്ന് 3 സ്ത്രീകളെ കാണാതാകുന്നു. ഈ 3 സ്ത്രീകൾക്കും ഏകദേശം സമാനമായ പശ്ചാത്തലമുള്ള ആളുകൾ. വീട്ടുകാരിൽ ഇപ്പോൾ ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കാതെ ഒഴിവാക്കിയ സ്ത്രീകൾ, അങ്ങനെയുള്ള മനുഷ്യരെയാണ് ഈ പ്രദേശത്ത് നിന്ന് കാണാതായിട്ടുള്ളത് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതായത് ഈ കേസുകൾക്കെല്ലാം ഒരു കോമൺ ആയൊരു സ്വഭാവമുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി നടന്ന സ്ത്രീകളെയാണ് ഇവിടെ കാണാതായിരിക്കുന്നത് എന്നുള്ളതാണ്. തികച്ചും നിരാലംബരായ വ്യക്തികളായിരുന്നു. ഐഷയാണെങ്കിലും ഐഷ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം മക്കളോ ആരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഐഷയെ കാണാതാകുന്നത്. ബിന്ദു പത്മനാഭനെ കാണാതായ എന്നൊരു കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് 2017 2006 തൊട്ട് ബിന്ദു മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. ബിന്ദുവിനും വേണ്ടിയും ബിന്ദു എവിടെയെന്ന് കണ്ടെത്താനും അതുവരെ ഒരു ശ്രമവും നടന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെയാണ് ഇപ്പോൾ ഇവിടേക്ക് വരികയാണെങ്കിൽ
നമ്മൾ ഇന്നലെ കണ്ട തിരുവിഴ സ്വദേശിയായ ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധുവിന്റെ ഒരു പശ്ചാത്തലം. വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലൂടെ ജീവിച്ചു വന്ന ഒരു സ്ത്രീ, ഭർത്താവിന്റെ പിന്തുണയില്ലാതെ 2 പെൺമക്കളെ വളർത്തിയാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ പെൺകുട്ടികൾ മൂത്ത കുട്ടിയുടെ വിവാഹത്തിന് 2 മാസം, അതായത് വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകിട്ടാണ് ഈ ബിന്ദുവിനെ കാണാതാകുന്നത് എന്നുള്ളതാണ്. ബിന്ദു 2 പെൺമക്കളെ വളർത്തി അവരെ BCom വരെ പഠിപ്പിച്ചു. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉൾപ്പെടെ ആരുടെയും പിന്തുണയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു അമ്മയാണ്. അവരുടെ വിവാഹത്തിന് വേണ്ടിയുള്ള സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ, കുട്ടിക്കണിയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ച് കല്യാണം നടത്താനുള്ള സാമ്പത്തികം ആവശ്യമുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ 2 മാസം ഇത്രയും സ്ട്രഗിൾ ചെയ്തൊരു സ്ത്രീക്ക് ആ കല്യാണം നടത്തുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആ ഒരു 2 മാസം അവശേഷിക്കെ തിരുവിഴ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് 2020 ഒക്ടോബറിൽ പോയ ബിന്ദു ഒക്ടോബർ 19 വൈകിട്ട് ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മൊബൈൽ ഫോൺ പോലും വീട്ടിൽ വെച്ചിട്ടാണ് അവരെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ക്ഷേത്രം വരെ എത്തി എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ എവിടെ പോയിന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിന് വിവരം അറിയിച്ചു എന്നുള്ളത്, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പോലീസിന് വിവരം അറിയിച്ചു എന്നുള്ളത് ബന്ധുക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ബന്ധുക്കളും പോലീസും ഒക്കെ, അർത്തുങ്കൽ പോലീസും ഒക്കെ ചേർന്ന് ആ പ്രദേശം മുഴുവൻ തിരഞ്ഞിട്ടും ബിന്ദുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എല്ലാ കേസുകളുമായി ബന്ധപ്പെട്ട നിഗൂഢത ഈ കേസിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അർത്തുങ്കൽ പോലീസ് 2020 ഒക്ടോബർ 20 കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് 3 വർഷത്തോളം അന്വേഷണം നടത്തിയ ശേഷം അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ കേസ് എഴുതി തള്ളുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് ബിന്ദു കേസാണ്. ചേർത്തല തിരുവിഴ സ്വദേശിയായ ചേർത്തല സൗത്ത് പഞ്ചായത്തിലെ 13-ാം വാർഡിൽ താമസിച്ചിരുന്ന ബിന്ദു എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള കേസ്, ബിന്ദുവിന്റെ മിസ്സിംഗ് കേസാണ്. ഇപ്പോൾ ആ ഫയലാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി വിളിപ്പിച്ചിരിക്കുന്നത്. ഇവരിൽ പ്രത്യേകിച്ച് നമുക്ക് ഭവ്യ കേസുകളെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ഹാബിച്വൽ ക്രിമിനൽ എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പശ്ചാത്തലം സെബാസ്റ്റ്യനുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ കൃത്യമായ ഇടവേളകളിൽ ഓരോ കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ ഇനി കണ്ടെത്തുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പോൾ തിരുവിഴ ക്ഷേത്രത്തിലെത്തിയ ബിന്ദുവിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതിനുശേഷം ബിന്ദു എവിടെയാണ് എന്ന ഒരു മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വരെ സിന്ധു ഉണ്ടായിരുന്നു, അതിനുശേഷം സിന്ധു ഇല്ല എന്ന് പറയുമ്പോൾ അതെന്ത് വിരോധാഭാസമാണ്? അവർ എവിടെ പോയി എന്ന ചോദ്യം നമ്മൾ ആവർത്തിക്കുന്നു. അതിനുശേഷം അവർക്ക് എന്തു പറ്റി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതെന്തുകൊണ്ട് അന്വേഷണത്തിന് പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സെബാസ്റ്റ്യനുമായി ഏതെങ്കിലും തരത്തിൽ ബിന്ദുവിന് ബന്ധമുള്ളതായി ഒരു സംശയം പോലീസിന് ഉണ്ടോ? അതുമാത്രമല്ല, സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണെന്ന തരത്തിലേക്കാണോ ഇപ്പോൾ അന്വേഷണം പോകുന്നത് ശരണ്യ? അതല്ലെങ്കിൽ പണം എന്ന ലക്ഷ്യമാണോ അയാൾക്കുള്ളത്? ഇയാളെ സംബന്ധിച്ചിടത്തോളം, സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾ, അവരെ അല്ലെങ്കിൽ പൊതുവെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അധികം ശക്തമായി മുന്നോട്ട് വരാൻ ആളുകളില്ലാത്ത പശ്ചാത്തലമുള്ള സ്ത്രീകൾ, ഇങ്ങനെയുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ആവശ്യം, ഇപ്പോൾ ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം മകളുടെ വിവാഹം വരുന്നു, വിവാഹം നന്നായി നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഒരാളാണ്. സ്വാഭാവികമായും അത്തരം ആളുകളെ ഇപ്പോൾ അരൂർ പോയാണ് ജോലി ചെയ്ത് തിരികെ വന്നുകൊണ്ടിരുന്നത്. വീട്ടുകാരോട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നും അരൂർ പോയി ജോലിക്ക് വരുന്ന ബിന്ദു അതിനിടയിലുള്ള പശ്ചാത്തലത്തിൽ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് ചേർത്തലയാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള മിസ്സിംഗ് കേസുകൾ വന്നിരിക്കുന്ന അതേ സ്ഥലം തന്നെയാണ് ഈ 43-കാരിയായ ബിന്ദുവിന്റെ തിരോധാനത്തിലും വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് കുടുംബ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ സഹായമില്ല, അയാൾ ഏറെക്കുറെ ഉപേക്ഷിച്ച അവസ്ഥയിലായിരുന്നു ബിന്ദുവിനെ. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയൊരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായും പോലീസ് സംശയിക്കുന്നത് ഈ കേസുകളുടെ ഒരു ഇടവേളകളുണ്ട്. അതായത്
2006 ബിന്ദു പത്മനാഭൻ മിസ്സിംഗ് ആവുന്നു, 2012 ആയിഷ മിസ്സിംഗ് ആവുന്നു. പിന്നീട് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യൻ പിടിയിലായിരിക്കുന്ന ഒരു കേസിലേക്ക് വരുമ്പോൾ അത് 2024 ഡിസംബറാണ്. ഈ ഒരു കേസിന്റെ പശ്ചാത്തലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മറ്റ് കേസുകളിലൊക്കെ സെബാസ്റ്റ്യന് കൃത്യമായ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഴകീറി പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇടവേളയിൽ സെബാസ്റ്റ്യൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനം. അതിനിടയിൽപ്പെട്ട ആളാണോ ബിന്ദു എന്നുള്ള സംശയം നന്നായി അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി ആലപ്പുഴയിലെ ഒരു ടീം ഇതിനു വേണ്ടി ഇപ്പോൾ വളരെയധികം ഒരു എഫേർട്ട് അവർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി SP മോഹനചന്ദ്രനും ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ചുമതലയുള്ള SP ആയിട്ടുള്ള ഷൗക്കത്ത് അലി അദ്ദേഹവും ചേർന്നിട്ടുള്ള ഒരു ടീം ഫോം ചെയ്ത് ഇതിനെ വിദഗ്ധമായി അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ പുറത്തുവിട്ട റോസമ്മ അടക്കമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കറിയാവുന്ന ഇത്രയും വലിയ വിവരങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ട് പോലീസ് അത് തേടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം റോസമ്മ പറയുന്ന ഓരോ വാക്കുകളും നമ്മളെ ഞെട്ടിച്ചിരുന്നു. സെബാസ്റ്റ്യനുമായി അത്രയധികം അടുപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും അന്വേഷണ സംബന്ധിച്ചിടത്തോളം സെബാസ്റ്റ്യൻ എന്താണ് എന്നൊരു വ്യക്തമായ പിക്ചർ ഈ 3 കേസുകളിൽ നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു റോസമ്മ. പക്ഷേ റോസമ്മയിലേക്ക് പോലീസ് പോയില്ല എന്നുള്ളതാണ് ഇതിൽ ഭവ്യ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത്. ബിന്ദു പത്മനാഭൻ കേസായിരുന്നു ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയ കേസായിട്ട് നമ്മുടെ ഭരണതലത്തിൽ ഒരു ഇടപെടൽ നടത്തി പുറത്തേക്ക് വന്നൊരു കേസ്. അത് 2017 ആ ഘട്ടത്തിലൊക്കെ ഇത് പരിശോധിക്കുമ്പോൾ പോലും ഇതിൽ സാമ്പത്തികമായി അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പലരും ഇതിനകത്ത് സാമ്പത്തിക നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്ന് വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ സെബാസ്റ്റ്യന്റെ കൈവശം ബിന്ദുവിന്റെ സ്ഥലം വിറ്റതുൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അല്ലെങ്കിൽ ഈ കേസുകളെ സംബന്ധിച്ചുള്ള ആ ആക്ഷേപം നിലനിൽക്കുന്നില്ലെങ്കിൽ അന്വേഷണ സംഘം ചേർത്തല പോലീസ് എന്ത് ചെയ്തു എന്നുള്ളത് വ്യക്തമാക്കണം. കാരണം ഒരേ പ്രദേശത്ത് 2 സ്ത്രീകൾ മിസ്സിംഗ് ആവുന്നു. അതിന് തൊട്ടടുത്തുള്ള സ്റ്റേഷൻ പരിധിയായ അർത്തുങ്കലിലാണ് അടുത്ത സ്ത്രീ മിസ്സിംഗ് ആവുന്നത്. എല്ലാം ചേർത്തല കേന്ദ്രീകരിച്ച് മിസ്സിങ്ങുകൾ വരുന്നു. എന്തുകൊണ്ട് പോലീസ് അത് കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തിയില്ല? ഒരുപാട് കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു ശരണ്യ, ഇന്നലെ ന്യൂസ് 18 ഐഷ തിരോധാന കേസ് പുറത്തുവിടുന്നത് വരെ റോസമ്മയെ പോലീസിന് അറിയുന്നുണ്ടായിരുന്നില്ലേ? സെബാസ്റ്റ്യനും റോസമ്മയും ഐഷയും തമ്മിലുള്ള ബന്ധം ആ നാട്ടിലെ സാധാരണക്കാർക്ക് പോലും അറിയാവുന്നതാണ്. എന്തുകൊണ്ട് നമ്മുടെ പോലീസ് അവിടേക്ക് എത്തിയില്ല? ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത കണ്ടതിന് ശേഷം ആണോ സ്പെഷ്യൽ ബ്രാഞ്ച് റോസമ്മയെ തേടേണ്ടത്? അതിനുശേഷമായിരുന്നോ സ്പെഷ്യൽ ബ്രാഞ്ച് റോസമ്മയിലെത്തി വിവരങ്ങൾ അന്വേഷിക്കേണ്ടത്? ഭവ്യ, റോസമ്മ പറഞ്ഞൊരു നിർണായക കാര്യമുണ്ട് നമ്മളോട്. അതായത് ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഐഷയുടെ വീട്ടുകാരെ, അതായത് നിരന്തരം കോണ്ടാക്ട് ഉണ്ടായിരുന്ന ആളുകളാണ് റോസമ്മയും ഐഷയും ഒപ്പം തന്നെ സെബാസ്റ്റ്യനും. അപ്പോൾ ഈ ഐഷയെ കാണാതായതിനു ശേഷം 2 ദിവസവുമായി ഐഷയുടെ ഫോൺ കോളുകൾ, അതായത് ഈ ഐഷയെ കാണാതാവുന്ന ദിവസം റോസമ്മയുടെ ഫോണിലേക്ക് ഞായറാഴ്ച രാവിലെ കോൾ വരുന്നുണ്ട്. 3 മിസ് കോൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അവർ പള്ളിയിൽ പോയിരുന്നതിനാൽ ഫോൺ എടുത്തിരുന്നില്ല. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഈ 3 മിസ് കോളുകൾ, തുടർച്ചയായി വിളിച്ചിട്ടുള്ള 3 മിസ് കോളുകൾ കാണുന്നത്. പക്ഷേ തിരിച്ചു വിളിച്ചതിന് ശേഷം ഐഷയെ പിന്നെ ഫോണിൽ കിട്ടിയിട്ടേ ഇല്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. അവരാണ് ബന്ധുക്കളെ അറിയിക്കുന്നത് ഐഷയെ കാണുന്നില്ല, ഐഷ മിസ്സിംഗ് ആണ് എന്നുള്ളത് ബന്ധുക്കളെ അറിയിക്കുന്നത്. അതുവരെ ഈ ഐഷയെ സംബന്ധിച്ച വലിയ അന്വേഷണം നടത്താൻ ആരും അവർക്ക് ചുറ്റും ഇല്ല എന്നുള്ളതാണ്. അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളെയാണ് ഈ കേസുകളിലെല്ലാം തന്നെ ഇതിന്റെ ഒരു ടാർഗറ്റ് എന്നുള്ളതാണ്. 2, അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ചേർത്തല പോലീസ് റോസമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോസമ്മയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ വളരെ കൃത്യമായി റോസമ്മ പറയുന്ന ഒരു കാര്യം നമ്മളോട് അവർ വെളിപ്പെടുത്തിയത്, താൻ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ, പോലീസിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഈ ഐഷയുടെ ഫോണിൽ നിന്നും റോസമ്മയുടെ ഫോണിലേക്ക് ഐഷയുടെ ഫോൺ കോൾ വരികയാണ്, മിസ് കോൾ വരികയാണ്. അത് അന്വേഷണ സംഘത്തോട് കാണിച്ചു കൊടുത്തു. ഐഷ വിളിക്കുന്നു, പക്ഷേ എടുക്കുമ്പോൾ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന് വ്യക്തമായി കാണിച്ചു കൊടുത്തിട്ട് പോലും ഒരു ട്രാക്കിങ്ങോ അല്ലെങ്കിൽ ഇവർ എവിടെ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫൈൻഡിങ്സിലേക്കോ എത്താൻ കഴിയുന്നില്ല. അതായത് തൊട്ട് മുന്നിൽ റോസമ്മയുടെ മൂവ്മെന്റ് പോലും നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കേസിന്റെ പ്രതിസ്ഥാനത്തേക്ക് നിൽക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ പോലും എന്തുകൊണ്ട് അതിനകത്ത് ഒരു വീഴ്ച വന്നു? പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ പോലും ഐഷയുടെ കോൾ വരുമ്പോൾ അത് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. എന്ത് സംഭവം, ഫോൺ കോൾ ട്രാക്ക് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അത് പോലീസിന്റെ വീഴ്ചയാണ്, കാര്യത്തിൽ സംശയമില്ല. തുടരുക. ഇപ്പോൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് നമുക്കൊപ്പം ചേരുന്നു. സർ, ഏറ്റവും പ്രധാനമായി 4
കേസുകൾ. 4 തിരോധാനം സംഭവിച്ചിരിക്കുന്നു ആലപ്പുഴ ചേർത്തലയിൽ. അത് ബിന്ദു പത്മനാഭൻ, ഐഷ, ജൈനമ്മ, ഇപ്പോൾ ഇതാ ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധു. സാധാരണക്കാരായ നിരാലംബരായ സ്ത്രീകളാണ്, കുടുംബത്തിന്റെ അത്താണികളാണ്. അവരെ കാണുന്നില്ല. ഒരു സുപ്രഭാതം വരെ അവരുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് പെട്ടെന്ന് അവരെ കാണുന്നില്ല. പോലീസിന് അവരിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. എന്തായിരിക്കും സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും ചേർത്തല പോലീസിന് ഇതുവരെ ആ സ്ത്രീകളെ കാണാൻ സാധിക്കുന്നത്? ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ സിന്ധു എന്ന കേസ് അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇല്ല, ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കേസ് കണ്ടല്ലോ, അതിനകത്ത് ബിന്ദു എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കാണാതെ പോയി. അതിനുശേഷം ജയമ്മ എന്നൊരു സ്ത്രീയെ ആലപ്പുഴയെ കാണാതെ പോയി. അത് ഒരു ജോൺസൺ എന്തോ അയാളുടെ പേരിൽ ആരോപണം അന്നുണ്ടായിരുന്നു. അതിനുശേഷം 2017 ഒരു സ്ത്രീയെ കാണാതെ പോയെന്ന് അവരുടെ ബ്രദർ അവരൊരു കേസ് കൊടുത്തു ആലപ്പുഴയിൽ. അതിനുശേഷം കോട്ടയത്ത് ഒരു പെൺകുട്ടി ജയമ്മ അങ്ങനെ പറഞ്ഞ ഒരു സ്ത്രീയെ കാണാതെ പോയി. അതൊക്കെ അവർക്ക് അധികം ബന്ധുക്കളൊന്നുമില്ല, ഇവർ ഒറ്റപ്പെട്ട് ഞെക്കെന്ന് പറയും. ഈ 2 പേരെയും ഡെഡ് ബോഡി അയാളുടെ കോമ്പൗണ്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച എടുക്കും ആലപ്പുഴയിൽ. അതിന്റെ ഭാഗം 2 പേരെയും കൊന്നു അയാൾ എന്നിട്ട് അതിൽ ഒരു സ്ത്രീയെ ആലുവയിലെ ഒരു പ്രോപ്പർട്ടി ഫോർജ് ചെയ്ത് അവരുടെ പേരിലേക്ക് മാറ്റി ആ പണം അയാൾ അടിച്ചുകൊണ്ട് പോയ ആളാണ്. അങ്ങനൊരു കേസ് ആലുവയിലുണ്ട്. ആ സ്ത്രീയെ കാണാതെയായി 2017 മുതൽ ആ ബ്രദർ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 2025 കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് അയാളുടെ വീടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ആ അതുപോലെ അന്ന് കാണാൻ കോട്ടയത്തുള്ള ഒരു മൃതദേഹം കിട്ടി. അപ്പൊ ഇങ്ങനെ നമുക്കറിയാമല്ലോ, എലന്തൂരിലെ കേസ് അറിയാമല്ലോ, ഒറ്റയ്ക്കുള്ള അടുപ്പില്ലാത്ത കുടുംബക്കാരെ അടുപ്പല്ല ഇങ്ങനെയുള്ള സ്ത്രീകളെ അവർ വളച്ചു കൊണ്ടുപോയി നടക്കും. ഇതുപോലെ അവരെ ഉപയോഗിച്ച് മറ്റു പല കേസുകളിൽ അവരെ വാദിയും പ്രതിയൊക്കെ ആക്കി അതിൽ നിന്ന് പണം അടിച്ചു മാറ്റിയിട്ട് ഈ സ്ത്രീകളെ കൊല്ലുകയാണ് കേരളത്തിൽ. ധാരാളം കേസുകളുണ്ട്. ഇപ്പം തന്നെ 4 പേരുടെ ന്യൂസ് വെളിപ്പെടുത്തിയല്ലോ, 4 പേരുടെ പേര്. അത് എവിടെ താഴ്ത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതൊക്കെ പോലീസ് അന്വേഷിക്കണം. കാരണം അങ്ങനെ മിനിസ്റ്റർ കോള് ആ പോലീസ് സ്റ്റേഷൻ ഇന്നൊക്കെ തന്നെ അവരുടെ വന്നപ്പോൾ വേറെ ആരെയൊക്കെ കസ്റ്റഡിയിലാണ് അവർ രഹസ്യമായിട്ട് ചിലപ്പം വിളിക്കുക. അതൊക്കെ പോലീസ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ പോലീസിന് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയെന്നുള്ള ആരോപണം അടക്കം ഉയരുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ. വരട്ടെ, നല്ലതാണ്. അത് ഇപ്പോഴെങ്കിലും തെളിഞ്ഞല്ലോ, തെളിയുക നമുക്ക് നോക്കാം. അതിനാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ പല പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ ജാഗ്രത പല കാര്യങ്ങളും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അറിഞ്ഞല്ലോ, തൃശ്ശൂര് ഒരു RSS BJP-കാരനെ കൊന്നത് അവിടുത്തെ CPM-കാരാണെന്ന് പറഞ്ഞിട്ട് അവരെ 9 പേരെ അറസ്റ്റ് ചെയ്ത് 4 പേരെ ജീവനും തടവിൽ ശിക്ഷിച്ചു. ഹൈക്കോടതി നോക്കിയിട്ട് അവരല്ല പ്രതികൾ. ശേഷം അന്വേഷണം മാറി യഥാർത്ഥ പ്രതികളെ അവരെ മുസ്ലിം തീവ്രവാദികളെ 4 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം 5 ലക്ഷം രൂപ വെച്ച് ജയിലിൽ കിടന്നവർക്ക് കോമ്പൻസേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കാനാണ് ഹൈക്കോടതി പറഞ്ഞത്. ഗവൺമെന്റ് കൈയൊഴിഞ്ഞു. അതുപോലെ ഇവിടെ തന്നെ ഒരാളെ ഇപ്പം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് തന്നെ കണ്ടില്ലേ, 285 ദിവസം 75 വയസ്സ് വരുന്ന അകത്തിട്ട് ഒരു കൊച്ചിന്റെ മൊഴി അയാളാണ് പീഡിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ആ കുട്ടി കോടതിയിലേക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ അങ്കിളല്ല, 75 വയസ്സുകാരനല്ല, എന്റെ ആൺസുഹൃത്താണെന്ന്. 285 ദിവസം 9.5 മാസം അയാൾ ജയിലിൽ കിടന്നു. എന്തായാലും വെറുതെ വിട്ടു. അപ്പൊ ഇതുപോലുള്ള അന്വേഷണത്തില് ഈ രീതിയിൽ രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനവും കൊണ്ട് അന്വേഷണം വകതിരിച്ച് മാറ്റിവിടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല. അപ്പൊ ഇവിടെ ഈ 4 പേരുടെ തിരോധനത്തിന് ആരാണ് അത് റിപ്പോർട്ട് ചെയ്തും അതിന്റെ പുറകെ പോകാതിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് നടപടി വേണ്ടേ? തീർച്ചയായും അത് വേണം. പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെ? അതുകൊണ്ട് ഇതുപോലെ മിസ്സിംഗ് ആയ ധാരാളം സ്ത്രീകളുണ്ട്. അതിനൊന്നും ഒരു കണക്കില്ല. ധർമ്മസ്ഥലയിലെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ ഇപ്പൊ. അപ്പൊ അതേ അവസ്ഥ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ പല ഭാഗത്തും ഉണ്ട്. അല്ല, ഈ കേസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ മറ്റൊരു ധർമ്മസ്ഥലയാണെന്ന് പോലും സംശയിച്ചു പോകണം സർ. അല്ലല്ല, അതുകൊണ്ടാണ് ഞാൻ ധർമ്മസ്ഥലയുടെ കാര്യം പറഞ്ഞത്. ചെറിയ ധർമ്മസ്ഥലകൾ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ട്. അത് ഇനിയെങ്കിലും നമ്മൾ അതിലേക്ക് ട്രാക്ക് ചെയ്യണം, അവരുടെ ബന്ധുക്കൾക്ക് കണ്ടെത്തണം. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ നമുക്കൊപ്പം കാണാതായ ബിന്ദുവിന്റെ ബന്ധു മിനി ചേരുന്നുണ്ട്. മിനി, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കൃത്യമായി ബിന്ദുവിൻ്റെ സാഹചര്യം പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. ആ കുടുംബം അവരെങ്ങനെയായിരുന്നു, ആ അമ്മയുടെ കണ്ണീർ ഞങ്ങൾ കാണുന്നുണ്ട്.
സംവിധാനങ്ങൾ കണ്ടില്ലെങ്കിലും ന്യൂസ് 18 കാണുന്നുണ്ട് എന്നുള്ളൊരു ഉറപ്പ് ഞാൻ മിനിക്ക് തുടക്കം തന്നെ തരുകയാണ്. അത്രമാത്രം സാധാരണക്കാരായ കുടുംബമാണ് പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ അല്ലേ. ബിന്ദുവിൻ്റേത് രണ്ട് പെൺമക്കളെ വളർത്തി വലുതാക്കിയ ഒരു അമ്മയാണ് ബിന്ദു എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതിൽ രണ്ടാമത്തെ മകളുടെ കല്യാണത്തിന് വേണ്ടി കയർ പിരിച്ച് ജീവിച്ച് സാധാരണ ജോലിയെടുത്ത് ജീവിച്ച് ഉണ്ടാക്കിയ പണം സ്വർണം കയ്യിൽ വെച്ച് മകളുടെ വിവാഹം സ്വപ്നം കണ്ട് നടന്ന ഒരു അമ്മയാണ് ബിന്ദു. ആ അമ്മയാണ് മകളുടെ വിവാഹ നിശ്ചയം, അതായത് മകളുടെ കല്യാണത്തിന്റെ ഡേറ്റ് തീയതി കണ്ട് 2ാം ദിവസം മുതൽ അവരെ കാണാതായത്. ഒരു ക്ഷേത്രത്തിൽ അവരെത്തുന്നു. ആ ക്ഷേത്രത്തിന് ശേഷം ആ ക്ഷേത്രത്തിൽ അവർ കയറിയതിനു ശേഷം പിന്നെ അവരെ കാണുന്നില്ല. അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ ആ കേസ് ഇപ്പോൾ പോലീസ് എഴുതി തള്ളിയിരിക്കുകയാണ്. ചേർത്തലയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വീണ്ടും ആ കേസ് ഇപ്പോൾ ഇതാ പോലീസ് അന്വേഷിക്കുകയാണ്. മിനി നമുക്കൊപ്പം ചേരുന്നു. മിനി, ബിന്ദുവിന്റെ സാഹചര്യങ്ങൾ ഞങ്ങൾ കണ്ടു. എന്താണ് നിങ്ങൾക്ക് തുടക്കം തന്നെ പറയാനുള്ളത്? ബിന്ദുവിന്റെ കേസ് അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിരിക്കുകയാണ് പോലീസ്. പറയാനുള്ളത്, എന്റെ സഹോദരിയെ ഇപ്പൊ 5 വർഷമായി. 2020 ഒക്ടോബർ 19 തീയതിയാണ് കാണാതായത്. എന്റെ സഹോദരിയെ കാണാതായത്. അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോയി 6:30 ഒക്കെ ഇവിടുന്ന് പോയി. ഒരു 7:30 ആയപ്പോഴും കാണാതായപ്പോ തന്നെ നമ്മള് തെരച്ചിൽ നടത്തി. എന്നിട്ട് കാണാതായപ്പോഴാണ് നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. വരാൻ വൈകിയതുകൊണ്ടാണോ നിങ്ങൾ ബിന്ദുവിനെ കാണുന്നില്ല എന്ന് മനസ്സിലായത്? അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലേ, അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? അല്ല, ഫോണൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. ഫോൺ കൊണ്ടുപോയില്ല, ഒന്നും കൊണ്ടുപോയില്ല, കയ്യിലൊന്നും ഇല്ലായിരുന്നു. സാധാരണ പുറത്തു പോകുമ്പോൾ അങ്ങനെയാണോ പോവാറ്? അല്ലല്ല, പോകുമ്പോൾ ബാഗ് ഉണ്ടാകും, ഫോൺ ഉണ്ടാകും, എല്ലാം കയ്യിലുണ്ടാകും. അങ്ങനെയാണ് പോണത്. ഇതിപ്പോ അമ്പലത്തിൽ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാറില്ല. നമ്മുടെ അടുത്ത ക്ഷേത്രം തന്നെയാണ്, തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് പോയത്. ബിന്ദു സ്ഥിരമായി അവിടെ പോകുന്ന ആളാണോ? പോകും. അമ്പലത്തിൽ ആഴ്ചയില് അമ്പലത്തിൽ പോകുന്നതാണ്. ആഴ്ച പോകും, അല്ലെങ്കിൽ ഡെയിലി പോകാൻ പറ്റിയാണ് അങ്ങനെ പോകുന്നതാണ്. അമ്പലത്തിൽ പോകണതാണ്, നമ്മുടെ തൊട്ടടുത്ത അമ്പലമാണ്, അതുകൊണ്ട് പോകുന്നതാണ് അവിടെ. ഈ ബിന്ദുവിന് ഇതിന് കാണാതാവുന്ന ദിവസങ്ങൾക്ക് മുൻപ് എന്തെങ്കിലും ഒരു മാനസിക വിഷമമുള്ളതായോ നിങ്ങൾക്ക് സംശയം തോന്നിയിരുന്നോ? മാനസിക വിഷമം അവക്കുണ്ട്, സാമ്പത്തികമായിട്ട് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവ് ഇങ്ങനെ ഇളയ കുഞ്ഞിന് 3 വയസ്സായപ്പോ ഉപേക്ഷിച്ചു പോയതാണ്. ഉപേക്ഷിച്ചു പോയി, പുള്ളി പോയി വേറെ കെട്ടി. അതില് 2 മക്കളുണ്ട്. അപ്പൊ പുള്ളി തിരക്കാത്തതിന്റെ ഒരു വിഷമത അവക്കുണ്ട്. അതുകൂടാതെ തന്നെ ഈ കല്യാണം ആകുമ്പോൾ കുഞ്ഞിന് കൈപിടിച്ചു കൊടുക്കാൻ അച്ഛൻ വരുമോ എന്നുള്ളൊരു ടെൻഷൻ അവക്ക് ഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നു. സാമ്പത്തികമായും പിന്നെ മാനസികമായിട്ടും അവക്ക് ടെൻഷനുണ്ട്. കാരണം ഈ ഭർത്താവ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും 2ാം വൈഫ് അവളെ ഭർത്താവിനെ ഇങ്ങോട്ട് കൈപിടിച്ചു കൊടുക്കാനായിട്ട് വിടുമോ എന്നൊരു മാനസിക ബുദ്ധിമുട്ട് അവക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. അത് എന്നോട് പറയുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഒരു ടെൻഷൻ കൊണ്ട് മാത്രം ബിന്ദു സ്വയം എവിടേക്കെങ്കിലും പോയതായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെ അവള് പോകത്തില്ല. മാനസിക വിഷമം കൊണ്ട് അങ്ങനെ ഒരിക്കലും ബിന്ദു പോകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 വയസ്സുള്ളപ്പോ, ഇളയ കുഞ്ഞിന് 3 വയസ്സുള്ളപ്പോ ഭർത്താവ് ഇട്ടിട്ട് പോയതാണ്. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി 2 പേരും ബികോം കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ റാലി പാസ്സാണ്. വിദ്യാഭ്യാസം അവള് തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നിന്നാണ് അവള് കുഞ്ഞുങ്ങളെ പോറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അന്ന് പോകാത്ത ബിന്ദു ഇന്ന് എങ്ങനെ പോകും? അതിന്റെ ആവശ്യം അവൾക്ക് ഒരിക്കലും ഇല്ല. അതാണ്, ഒരുപാട് ദുരന്തങ്ങൾ പേര് ജീവിച്ച ഒരാളാണ്. അപ്പോൾ അന്നൊന്നും ആ ദുരന്തങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരാൾ മകളുടെ വിവാഹം സ്വപ്നം കണ്ട് ജീവിക്കുകയായിരുന്നു അല്ലെ? അതിനു മുൻപാണ് കാണാതായത് അല്ലേ? അതെ. വിരുന്നിന് അവിടുന്ന് നമുക്ക് കല്യാണ ഡേറ്റ് കൊണ്ടുവന്നതിന്റെ പിറ്റേ ദിവസമാണ് കാണാതാകുന്നത്. അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞ് പോകുന്നത്. അപ്പൊ എന്തെങ്കിലും ട്രാപ്പിൽ പെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കും സംശയമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ 5 വർഷം ഒക്ടോബർ 19 വരെ 5 വർഷമാകെയാണ് മിസ്സിംഗ് ആയിട്ട്. അപ്പൊ അതില് നമുക്ക് വളരെയധികം സങ്കടമുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പിന്നെ വന്ന് നമ്മളോട് എപ്പോഴും FIR തയ്യാറാക്കലാണ് അവരുടെ പരിപാടി. അതായത് 2020 ഒക്ടോബർ 10 തീയതി വൈകിട്ട് 6:30 അല്ലെ? 6:30 തിരുവിഴ ക്ഷേത്രത്തിലേക്ക് പോയതാണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ല? 19 തീയതി ഒക്ടോബർ 19 പോയതാണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെ? പോയതാ, പിന്നെ കണ്ടിട്ടില്ല, ഒരു വിവരവും ഇല്ല. അപ്പൊ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്തെങ്കിലും അറിവ് ലഭിക്കേണ്ട ഞങ്ങൾ അറിയിക്കാം എന്നും പറഞ്ഞ് ഈ ഒരു 1.5 വർഷത്തിന് മുമ്പായിട്ട് അവര് കേസ്
മതിയാക്കിയെന്നും പറഞ്ഞ് നമ്മൾ കോടതിയിൽ നിന്നൊരു നോട്ടീസ് വന്ന് അത് നമ്മളെ കൊണ്ട് ഒപ്പിട്ട് അവര് വാങ്ങിപ്പിക്കുകയും ചെയ്തു. അന്വേഷണം നിർത്തിവെച്ചെന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഇനിയിപ്പോ എന്തെങ്കിലും ഒരു അറിവ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ അതിന് അന്വേഷണം ഈ ഉണ്ടാവുള്ളൂ അന്വേഷണം എന്നാണ് അവര് നമ്മളോട് പറഞ്ഞത്. നിർത്തിവെച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ എന്ത് പറഞ്ഞാണ് പോലീസ് ബോധിപ്പിച്ചത്? അവരെന്താണ് ഇതിന് കാരണം പറഞ്ഞത്? അവര് പറഞ്ഞത് ഞങ്ങൾ ഡെയിലി അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ഒരു ഇതും കിട്ടിയിട്ടില്ല. അപ്പൊ കോടതിയിൽ നിന്ന് അന്വേഷണം ഇവര് പുരോഗമനം ഇല്ലാത്ത കൊണ്ട് നിർത്തിവെക്കാൻ പറഞ്ഞെന്നാണ് അവര് പറയുന്നത് നമ്മളോട്. അങ്ങനെയാണ് നമ്മളെ കൊണ്ട് കോടതിയിൽ നിന്ന് വന്ന നോട്ടീസ് ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് അവരിങ്ങനെ പറയാൻ കാരണം. ശരി, ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട വാർത്തകൾ മിനി ശ്രദ്ധിച്ചിരുന്നോ? ഈ സെബാസ്റ്റ്യന് ഏതെങ്കിലും തരത്തിൽ ബിന്ദുവുമായിട്ട് സൗഹൃദമോ പരിചയമോ ഉള്ളതായിട്ട് മിനിക്ക് അറിയാമോ? അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ എന്നൊരാളെ മിനിക്ക് അറിയാമോ? ഇങ്ങനെ വാർത്തയില് അറിവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെയുള്ള സൗഹൃദം അവരുമായിട്ട് ഉണ്ടാന്ന് അറിയാൻ മേല. ഇനിയിപ്പൊ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഇതില് ആരെങ്കിലും പ്രലോഭനത്തിൽപ്പെടുത്തി കൊണ്ടുപോയാന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അതല്ലാതെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്കാർക്കും പരിചയമില്ല അല്ലേ? ഇല്ല, അറിയത്തില്ല, അയാളെ അറിയത്തില്ല. ഇങ്ങനെ വാർത്താ ചാനലിൽ ഇങ്ങനെ നമ്മളിപ്പോ 2-3 സ്ത്രീകളെ കാണാതായല്ലോ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ എന്റെ അനിയത്തി മിസ്സിംഗ് ആണ്, അപ്പൊ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോന്നൊരു സംശയം നമുക്കും ഉണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും പോലീസ് നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല. ഇപ്പൊ 1.5 വർഷത്തിന് അടുത്തായി പോലീസുകാരൊന്നും നമ്മളെ വിളിക്കുകയോ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ രീതിയെ കുറിച്ച് തിരക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ആലപ്പുഴ ചേർത്തലയിലെ കേസുമായി ബന്ധപ്പെട്ട് ബിന്ദുവിന്റെ കേസും പുനരന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം വേണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിനുള്ളില് എന്റെ സഹോദരിക്ക് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്താണെങ്കിലും അതും ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. തീർച്ചയായും ഞങ്ങളുടെ കുടുംബസമേതമുള്ള അഭ്യർത്ഥനയാണ്. അതെ, എന്തായാലും ബിന്ദുവിന് നീതി കിട്ടണം, കിട്ടിയേ മതിയാകൂ. ഭരണകൂടം, പോലീസ് അത് കാണും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ന്യൂസ് 18 എന്തായാലും നിങ്ങളുടെ കുടുംബത്തിനൊപ്പമുണ്ട്. ഞങ്ങളത് ഒരു ഉറപ്പ് ഞാൻ മിനിക്ക് നൽകുകയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. വളരെ നന്ദി മിനി ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്തയാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ടത്. 2020 ഒക്ടോബർ 10-ാം തീയതിയാണ് വൈകിട്ട് 19-ാം തീയതിയാണ് വൈകിട്ട് ഈ സിന്ധുവിനെ കാണാതാകുന്നത്. പിന്നെ ആരും സിന്ധുവിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് എന്തുകൊണ്ട് ഇത് അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പോലീസിന് ഇതുവരെ സിന്ധുവിലേക്ക് എത്താൻ സാധിച്ചില്ല? ആ 4 പേരിലേക്ക് എന്തുകൊണ്ട് പോലീസിന് അന്വേഷിക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ചേർത്തലയിൽ തന്നെ ഇതേ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യം ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിനൊക്കെ ഒരു ഉത്തരം കിട്ടിയേ മതിയാകുള്ളൂ. ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്, അതല്ലാതെ അവരാരും അൺഡിക്റ്റേറ്റഡ് അല്ല. ഈ ഭൂമിയിൽ ജീവിച്ച് കാണാതാവുന്ന തൊട്ട് തലേ ദിവസം വരെ ഉണ്ടായിരുന്ന ആളുകളാണ്. പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിഞ്ഞേ മതിയാകും. അവരുടെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുത്തേ മതിയാകൂ. അക്കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്നലെ ഐഷ തിരോധാന കേസ് ഞങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടപ്പോഴാണ് റോസമ്മ എന്ന സുപ്രധാനമായ നിർണായക വിവരങ്ങൾ നൽകിയ ആളിലേക്ക് പോലീസ് എത്തിയത്. എന്തുകൊണ്ട് അവിടെ ഒരു വൈക്കം പോലീസിന് ഉണ്ടാകുന്നു എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ഇനിയും ഈ 4 പേരിൽ ഒതുങ്ങുമോ, അതല്ലെങ്കിൽ ഇനിയും പേരുകൾ ചേർത്തലയിൽ നിന്ന് കാണാതായ സ്ത്രീകളുടെ പേരുകൾ പുറത്തു വരുമോ എന്നുള്ള സംശയം നമുക്കുണ്ട്. എന്തായാലും ശരണ്യ സ്നേഹജനാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്.